നമസ്കാരം. ഭാര്യയെയും മക്കളെയും കൊന്നു തള്ളിയപ്പോഴും കാമപൂരണത്തിന് സ്വന്തം മകളെ ഉപയോഗിക്കുമ്പോഴും അയാൾ ഒരു മനുഷ്യരൂപമണിഞ്ഞ പിശാചായി മാറുകയായിരുന്നു. 2007 റബ്ബർ ടാപ്പിങ്ങിനും വീട്ടുജോലിക്കും ആളെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് രജികുമാർ എന്ന കോട്ടയം സ്വദേശി പട്ടാമ്പിക്ക് സമീപത്തെ ആമയൂരിലെത്തുന്നത്. റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉടമ സിദ്ദിഖുമായി സംസാരിച്ച് അയാൾ കുടുംബവുമായി വരാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ഭാര്യയും 4 മക്കളുമായി പിന്നീട് രജികുമാർ ആമയൂരിലെത്തി. രജികുമാർ ലിസി ദമ്പതികൾക്ക് 3 പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണുണ്ടായിരുന്നത്. മൂത്ത മകൾ അമലുവിന് 12ഉം രണ്ടാമത്തെ കുട്ടി അമലിന് 10ഉം പ്രായം. അമല്യയ്ക്ക് 8ഉം ഇളയവൾ അമന്യയ്ക്ക് 3ഉമായിരുന്നു വയസ്സ്. അമലുവും അമല്യയും കോട്ടയത്തെ മഠത്തിൽ നിന്നുമാണ് പഠിച്ചിരുന്നത്. മാതാപിതാക്കൾക്കൊപ്പം അമലും അമന്യയും ആമയൂരിലെ വാടക വീട്ടിൽ കഴിഞ്ഞു. വാടക വീടിൻ്റെ ഉടമ കൂടിയായ സിദ്ദിഖിൻ്റെ കുടുംബവുമായി രജികുമാറും ഭാര്യയും മക്കളും പെട്ടെന്ന് അടുത്തു. ഇവരെക്കുറിച്ച് സിദ്ദിഖിനും കുടുംബത്തിനും നല്ലതു മാത്രമായിരുന്നു പറയാനുമുണ്ടായിരുന്നത്. ദിനങ്ങൾ കടന്നു പോകവേ ചില കാര്യങ്ങളിൽ രജികുമാറും ലിസിയും തമ്മിൽ കലഹമുണ്ടാകാൻ തുടങ്ങി. രജികുമാറിന് ആമയൂരിന് സമീപത്തെ ഒരു സ്ത്രീയുമായി ശരിയല്ലാത്ത രീതിയിൽ ബന്ധമുണ്ടെന്ന സൂചനകളുടെ പേരിലായിരുന്നു അത്. ഏറിയും കുറഞ്ഞും ആ പ്രശ്നങ്ങൾ തുടർന്നു. 2008 ജൂലൈ 8 രാത്രി രജികുമാറിൻ്റെ ഫോണിലേക്ക് ആ സ്ത്രീയുടെ കോൾ വന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി ലിസി പ്രതികരിച്ചതോടെ രജികുമാർ തൻ്റെ തീരുമാനം നടപ്പാക്കി. കാമുകിക്കൊപ്പം ജീവിക്കാൻ ഭാര്യയും മക്കളും തടസ്സമാണെന്ന് അപ്പോഴേക്കും രജികുമാർ മനസ്സിലാക്കിയിരുന്നു. പൊട്ടിത്തെറിച്ചു നിന്ന ലിസിയെ നിശബ്ദയാക്കാൻ ഒരു തോർത്തുമുണ്ടാണ് രജികുമാർ ഉപയോഗിച്ചത്. അത് ലിസിയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി മരണം ഉറപ്പാക്കി. മൃതദേഹം മുറിയിലിട്ട് പൂട്ടി. ഇതൊന്നും അറിയാതെ അമലും അമന്യയും മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്നു. പിറ്റേന്ന് ലിസിയെ അന്വേഷിച്ച പരിസരവാസികളോട് ഭാര്യ കോട്ടയത്തേക്ക് പോയെന്ന് രജികുമാർ മറുപടി കൊടുത്തു. ജൂലൈ 9 രജികുമാർ എന്ന മനുഷ്യൻ കൊടും ക്രൂരനാണെന്ന് തെളിയുമ്പോൾ ആ ക്രൂരതയ്ക്ക് ദൈവം മാത്രമായിരുന്നു സാക്ഷ്യം വഹിച്ചത്. 10 വയസ്സുകാരൻ അമലിനെയും 3 വയസ്സുകാരി അമന്യയെയും രജികുമാർ കഴുത്ത് ഞെരിച്ചു കൊന്നു. ശേഷം മൃതദേഹം ലിസിയുടെ മൃതദേഹം സൂക്ഷിച്ച മുറിയിൽ തന്നെ പൂട്ടിയിട്ടു. പിന്നീട് ലിസിയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിക്ഷേപിച്ച അയാൾ 2 മക്കളുടെ ചേതനയറ്റ ശരീരങ്ങൾ ചാക്കിൽ കെട്ടി പൊന്തക്കാട്ടിൽ തള്ളി. രജികുമാറും കുടുംബവും കോട്ടയത്തേക്ക് മറ്റെന്തോ കാര്യങ്ങൾക്കായി പോയെന്ന ധാരണയിലായിരുന്നു സമീപവാസികൾ. സിദ്ദിഖും കുടുംബവും ആ ധാരണ മാറ്റുന്നത് ജൂലൈ 23 രജികുമാറും കുടുംബവും താമസിച്ചിരുന്ന വീടിൻ്റെ മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയതു കണ്ട സിദ്ദിഖിൻ്റെ ഭാര്യയാണ് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾക്ക് തുടക്കമിട്ടത്. ജൂലൈ 23 വീട്ടിനകത്ത് രജികുമാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ദിഖിൻ്റെ ഭാര്യ വല്ല അസുഖമോ മറ്റോ ആയിരിക്കാമെന്ന് ഭർത്താവ് സിദ്ദിഖിനോട് പറയുമ്പോൾ അക്കാര്യം ശരിയാണെന്ന് സിദ്ദിഖിന് തോന്നുകയും അയാൾ വീടിൻ്റെ ഓട് നീക്കി അകത്ത് കടക്കുകയും ചെയ്തു. അവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കോട്ടയത്തെ മഠത്തിൽ താമസിച്ചു പഠിച്ചിരുന്ന 12കാരി അമലു, 8 വയസ്സുകാരി അമല്യ എന്നിവരുടെ ജീവനറ്റ ശരീരമായിരുന്നു ആ മുറിയിൽ കണ്ടെത്തിയത്. സിദ്ദിഖ് ഉടൻ പട്ടാമ്പി പോലീസിൽ വിവരമറിയിച്ചു. ആമയൂരിൽ 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും മാതാപിതാക്കളും മറ്റു 2 കുട്ടികളും അപ്രത്യക്ഷരായതും വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത്. രജികുമാർ എവിടെ? ഭാര്യ ലിസി എവിടെ? ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾ, അവർക്കെന്തു സംഭവിച്ചു? മരിച്ചു കിടക്കുന്ന ഈ 2 കുട്ടികൾ എപ്പോൾ എങ്ങനെ കോട്ടയത്ത് നിന്നും ആമയൂരിലെത്തി? ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി CK രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതോടെ ചില സൂചനകൾ ലഭിച്ചു തുടങ്ങി.
അതിലൊന്ന് സംഭവം പുറത്തറിഞ്ഞതിന് തലേന്ന് രാത്രി രജികുമാറും കോട്ടയത്ത് താമസിച്ചു പഠിച്ചിരുന്ന 2 കുട്ടികളും ഓട്ടോയിൽ വന്നിറങ്ങിയതിന് ഒരു സമീപവാസിയായ സ്ത്രീ ദൃക്സാക്ഷിയായതായിരുന്നു. അതിനിടെ വാടക വീടിന് സമീപം കണ്ട പ്രത്യേകതരം ഈച്ചകൾ അന്വേഷണ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ ആ വീടും പരിസരവും അരിച്ചു പെറുക്കി. അങ്ങനെ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് അല്പമൊന്ന് നീക്കിയതോടെ ലിസിയുടെ മൃതദേഹം കണ്ടെത്തി. തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ നിന്നും ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ നിലയിൽ മറ്റു 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തി. ചിത്രം ഭൂരിഭാഗവും വ്യക്തമായെങ്കിലും രജികുമാർ അപ്രത്യക്ഷനായത് ചിത്രം പൂർത്തിയാക്കാനാവാതെ പോലീസിനെ കുഴക്കി. എന്നാൽ കടബാധ്യത ദുരന്തത്തിലേക്ക് വഴിവെച്ചെന്ന ധാരണയിലായിരുന്നു അപ്പോഴും പോലീസ്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ മൂത്ത മകൾ അമലു ലൈംഗിക പീഡനത്തിന് വിധേയയായെന്ന വിവരം ലഭിച്ചതോടെ കേസിൻ്റെ സ്വഭാവം മാറി. അതിനിടെ രജികുമാറിന് പ്രദേശത്ത് ഒരു സ്ത്രീയുമായുണ്ടായിരുന്ന ബന്ധവും ചേർത്തു വായിച്ചതോടെ ആമയൂർ കൂട്ടക്കൊലയുടെ കഥാസാരം പോലീസിന് വ്യക്തമാവുകയായിരുന്നു. അതോടെ പോലീസ് രജികുമാറിനായി വല വിരിച്ചു. മേലാറ്റൂർ സ്വദേശി രജികുമാറിനെ കോട്ടയത്തു വച്ച് തിരിച്ചറിഞ്ഞതോടെയാണ് അയാൾ പോലീസിൻ്റെ പിടിയിലാകുന്നത്. യാതൊരു വികാരവും പ്രകടിപ്പിക്കാതെ രജികുമാർ പോലീസിനു മുന്നിൽ തൻ്റെ ക്രൂരതകൾ വിവരിച്ചു. അതിൽ ജൂലൈ 22 രാത്രി അമലു, അമല്യ എന്നിവരെ കോട്ടയത്ത് നിന്നും ആമയൂരിലെത്തിച്ച് കൊലപ്പെടുത്തിയത് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. ആദ്യമായി തന്നെ അച്ഛ എന്ന് വിളിച്ച മൂത്ത മകളെ ആ നരാധമൻ കൊലപ്പെടുത്തുന്നതിനു മുൻപ് ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കുകയെന്ന ലക്ഷ്യത്തിൽ ഭാര്യയെയും 4 കുട്ടികളെയും രജികുമാർ കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. കൊലപ്പെടുത്തുന്നതിനു മുൻപ് മൂത്ത മകളെ രജികുമാർ ലൈംഗികമായി പീഡിപ്പിച്ചതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് 2009 പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് നടരാജൻ രജികുമാറിന് വധശിക്ഷ വിധിച്ചു. 2014 കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവച്ചു. എന്നാൽ വധശിക്ഷയ്ക്കെതിരെ ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പ്രൊജക്റ്റ് 39A സഹായത്തോടെ രജികുമാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. അഡ്വക്കേറ്റ് മുകുന്ദ് പി ഉണ്ണിയായിരുന്നു രജികുമാറിനായി ഹാജരായത്. വധശിക്ഷ റദ്ദാക്കി ജയിൽ മോചിതനാക്കണമെന്ന രജികുമാറിൻ്റെ ഹർജിയിന്മേൽ 2025 ഏപ്രിൽ 22 വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടു. എന്നാൽ ജീവിതാവസാനം വരെ തടവു ശിക്ഷ അനുഭവിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. സെൻട്രൽ ജയിലിൽ നല്ല നടപ്പ് കാഴ്ചവെക്കുന്ന രജികുമാറിന് മാനസാന്തരം സംഭവിച്ചിരിക്കാം, ഇല്ലായിരിക്കാം. എന്നാൽ ആ മനുഷ്യമൃഗത്തിൻ്റെ ചെയ്തികൾ മനസാക്ഷിയുടെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരിക്കും. അവിടെ പച്ചച്ചോരയുടെയും അഴുകുന്ന കബന്ധങ്ങളുടെയും ദുർഗന്ധവും വമിച്ചുകൊണ്ടിരിക്കും. അതിന് വധശിക്ഷയേക്കാൾ വേദന കാണും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.